നമസ്കാരം, എല്ലാ മലയാളി പ്രേക്ഷകർക്കും SU വിഷൻ അവതരിപ്പിക്കുന്ന അൺബോക്സിംഗ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇംപെക്സിൻ്റെ ഓവൻ ടോസ്റ്റ് കില്ലർ, അതായത് OTG അല്ലെങ്കിൽ ഇലക്ട്രിക് ഓവനാണ് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത്. ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ്. നിങ്ങൾക്ക് ചിക്കൻ വരെ ഗ്രില്ല് ചെയ്ത് കാണിക്കുന്നുണ്ട്, അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതിൻ്റെ വാറണ്ടി കാർഡാണ്. വാറണ്ടി കാർഡിൽ കസ്റ്റമർ കെയർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്തോളൂ. ഈ നമ്പറിൽ നിങ്ങൾ എപ്പോൾ വിളിക്കുകയാണെങ്കിലും അവർ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് സർവീസ് ചെയ്ത് തരുന്നതായിരിക്കും. അതിൻ്റെ ഹോം സർവീസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ വാറണ്ടി കാർഡിൻ്റെ നമ്പർ, ടെലിഫോൺ നമ്പർ 1900 എന്ന് പറഞ്ഞാൽ ആ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 2 വർഷമാണ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് സർവീസ് ഉണ്ടാകുക. അതിനുശേഷം ലൈഫ് ടൈം സർവീസ് ഉണ്ടാകും. നിങ്ങളുടെ വീട്ടിൽ വന്ന് തന്നെ അവർ സർവീസ് ചെയ്തു തരും. നിങ്ങൾ അതിനുള്ള സർവീസ് ചാർജ് മാത്രം കൊടുത്താൽ മതിയാവും. കമ്പനി സ്റ്റാഫ് വന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് സർവീസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ 2 വർഷം നിങ്ങൾക്ക് വാറണ്ടി പീരീഡ് ഉള്ള 2 വർഷമാണെങ്കിൽ ആ 2 വർഷം സൗജന്യമായിരിക്കും. ബാക്കിയുള്ള വർഷങ്ങൾ നിങ്ങൾക്ക് എപ്പോൾ വിളിച്ചാൽ നിങ്ങൾ ആ സർവീസ് അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് സർവീസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ വാറണ്ടി കാർഡ് നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഈ വാറണ്ടി കാർഡിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമുക്കറിയാം ഓവൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൈക്രോവേവ് ഓവനുകളെ പറ്റി ഞാനിപ്പോൾ ഡീറ്റെയിലായിട്ട് മുൻ ക്ലാസ് എടുത്തിരുന്നു. മൈക്രോവേവ് അല്ല ഇത് ഇലക്ട്രിക് ഓവനാണ്. ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്തിരിപ്പെട്ടി, നമുക്കറിയാം ഒരു ഇസ്തിരിപ്പെട്ടി അല്ലെങ്കിൽ അയൺ ബോക്സ് എന്ന് പറഞ്ഞാൽ ആ അയൺ ബോക്സ് എങ്ങനെ വർക്കാവുന്നു, അതിൻ്റെ കോയിലുകൾ ചൂടായിട്ടാണ് അതിന് ഹീറ്റിംഗ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഒരു പ്രക്രിയയാണ് ഈ ഒരു ഇലക്ട്രിക് ഓവൻ. 2 കോയിലുകൾ മുകളിലും താഴെയുമായിട്ട് 2 കോയിലുകൾ ഹീറ്റായിക്കൊണ്ട് അതിന് നടുക്കിയിരിക്കുന്ന പദാർത്ഥങ്ങളെ ചൂട് പിടിപ്പിച്ചുകൊണ്ട് പാചകം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേക്ക് സൈഡ് നോക്കാം. ഇംപെക്സിൻ്റെ സീരിയൽ നമ്പറൊക്കെ എഴുതിയിട്ടുള്ള ആ ഓവൻ്റെ ബേക്ക് സൈഡിൽ ഇതിൻ്റെ വാട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ വാട്സ് 1300 വാട്സാണ്. ഇംപെക്സിൻ്റെ മോഡൽ നമ്പർ IMOTG 19 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ 1300 വാട്സാണ് ഇതിൻ്റെ പവർ, പിന്നെ സീരിയൽ നമ്പർ കൊടുക്കുക. അപ്പോൾ ഈ 1300 വാട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ കറണ്ട് യൂണിറ്റിനെ ബാധിക്കുന്ന ഒരു വാട്സ് യൂണിറ്റാണ് ഈ 1300 വാട്സ് എന്ന് പറയുന്നത്. ഈ 1300 വാട്സ് നമുക്കറിയാം താരതമ്യേന നിങ്ങളുടെ കറണ്ടിൻ്റെ അടുപ്പ്, അതായത് ഇൻഡക്ഷൻ കുക്കറിൽ നമുക്കറിയാം 1800 വാട്സൊക്കെ മിനിമം വരും. അപ്പോൾ അതിന് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഓവൻ്റെ വാട്സ് വളരെ കുറവാണ്. ഒരു പക്ഷേ ഇത് 19 ലിറ്റർ കപ്പാസിറ്റിയുള്ള, അല്ലെങ്കിൽ വ്യാപ്തിയുള്ള, ഉള്ളിലുള്ള വ്യാപ്തി 19 ലിറ്റർ ഉള്ള ചെറിയ ഒരു OTG അല്ലെങ്കിൽ ഓവൺ, ഇലക്ട്രിക് ഓവൺ ആയതുകൊണ്ടായിരിക്കാം ഇതിന് 1300 വാട്സ്. അപ്പോൾ ലാഭകരമായി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കറണ്ട് ചാർജ് ലാഭിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് 3 ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും: ടെമ്പറേച്ചർ, ഫങ്ഷൻസ്, അതുപോലെ തന്നെ ടൈം. ഈ ഫസ്റ്റ് കാണുന്നത് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. അപ്പോൾ ഞാൻ തിരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ നീഡിൽ തിരിക്കുമ്പോൾ 100 ഡിഗ്രി തൊട്ട് 150 ഡിഗ്രി, 200, 250 ഡിഗ്രി വരെ മാക്സിമം ടെമ്പറേച്ചർ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. രണ്ടാമത് കാണുന്നത് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാണ്. ഈ ഫങ്ഷൻ നിലവിലിപ്പോൾ അതിൻ്റെ ആ കറുത്ത ആരോ കാണുന്ന ഓഫ് എന്ന ഭാഗത്തേക്കാണ് ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആ ഫങ്ഷൻസിൻ്റെ ആ നീഡിലിൻ്റെ ആ പോയിൻ്റ് ഇപ്പോൾ ലെഫ്റ്റോട്ട് തിരിക്കുമ്പം ഇവിടെ ഒരു ചതുരത്തിൻ്റെ ഉള്ളിൽ മുകളിലൊരു വര എന്നുള്ള ഒരു ഓപ്ഷൻ്റെ നേരിൽ, ആ ഫങ്ഷൻ്റെ നേരെയാണ് നിങ്ങളുടെ ആ ഒരു ബട്ടൻ്റെ നീഡിൽ തിരിഞ്ഞിരിക്കുന്നത്. അതായത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചതുരത്തിൻ്റെ മുകളിലുള്ള വര സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ OTGയുടെ മുകളിലെ കോയിലുകൾ ഹീറ്റാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്കായിരിക്കും ഹീറ്റിംഗ് വരിക. തൊട്ട് താഴത്തേക്കാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. ചതുരത്തിൻ്റെ ഉള്ളിൽ അടിയിലൊരു വരയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം താഴത്തെ ആ കാണുന്ന, ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്ന ആ ഒരു കോയിൽ മാത്രം ചൂടാകും. അപ്പോൾ ചൂട് താഴെ നിന്നും മുകളിലോട്ടാണ് പദാർത്ഥത്തിലേക്ക്, നിങ്ങൾ വെക്കുന്ന പദാർത്ഥത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഒന്നുകൂടി ഞാൻ നിങ്ങൾ തിരിക്കുകയാണെങ്കിൽ താഴെയും മുകളിലുമായി 2 വരകൾ കാണാം. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തെ, നിങ്ങളുടെ ഓവൻ്റെ ഉള്ളിലുള്ള താഴത്തെ കോയിലും ഓവൻ്റെ മുകളിലത്തെ കോയിലും ഒരേപോലെ ചൂടായിട്ട് നിങ്ങൾ നടുക്കിലുള്ള പദാർത്ഥത്തെ നല്ലപോലെ ചൂട് പിടിപ്പിച്ച് പദാർത്ഥത്തെ പാചകം കറക്റ്റാക്കി എത്തിക്കുന്നതാണ്. താഴെയും മുകളിലുമായി 2 കോയിലുകളാണ്, 4 കോയിലുകളാണ് ഇതിനുള്ളത് എന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ താഴെയും മുകളിലുള്ള കോയിൽ ഒരേപോലെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഈ ഒരു ഫംഗ്ഷൻ്റെ പ്രത്യേകത. ഒന്നും കൂടെ ഞാൻ നീഡിൽ സൈഡിലോട്ട് തിരിക്കുകയാണ്. ഫങ്ഷൻസ് ഒന്നുകൂടെ തെറ്റിക്കുക. അപ്പോൾ നോക്കുകയാണെങ്കിൽ മുകളിലൊരു വര, പിന്നെ ഒരു സ്റ്റാർ പോലത്തെ ഒരു ചിഹ്നം. എന്താണ് മുകളിൽ വര സൂചിപ്പിക്കുന്നത്? മുകളിലത്തെ കോയിൽ ചൂട് പിടിക്കുന്നു എന്നുള്ളതാണ്. സ്റ്റാർ പോലെ ആ ഫങ്ഷൻസ് കാണിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൺവെൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫാനുണ്ട്. ആ ഫാനിൽ നിന്നും കാറ്റിനെ ഉള്ളോട്ടെടുത്ത് മുകളിലൊരു ദ്വാരം കാണാം, മുകളിലൊരു ജനൽ പോലെ, അതിലേക്ക് കാറ്റിനെ പുറത്തേക്ക് തള്ളുക. അതായത് ഇതിൻ്റെ ഉള്ളിൽ ആ ഫാൻ വർക്ക് ചെയ്യുന്നതോടുകൂടി ഒരു റൊട്ടേഷൻ മാതിരി, ഇതിൻ്റെ ഉള്ളിലെ ചൂടിനെ ഒരു റൊട്ടേഷൻ മാതിരി ചലിപ്പിക്കാനാണ് ആ ഒരു കൺവെൻഷൻ എന്നുകൊണ്ട്, ഫാൻ ഉപയോഗിച്ചിട്ട് ആ കൺവെൻഷൻ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. തൊട്ട് മുകളിലത്തേക്ക് ഞാൻ നീഡിൽ ഒന്നുകൂടി തിരിക്കുകയാണെങ്കിൽ മുകളിലത്തെയും താഴത്തെയും
കോയിലുകൾ ഒരേ ടൈമിൽ ചൂട് പിടിച്ചുകൊണ്ട് നടുക്കുള്ള പദാർത്ഥങ്ങളെ പാചകം ചെയ്യിപ്പിക്കുന്നതോടൊപ്പം അതിൻ്റെ ഒപ്പം കൺവെൻഷൻ ആയിട്ടുള്ള ഫാൻ വർക്ക് ചെയ്തിട്ട് റൊട്ടേഷൻ രീതിയിൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഹീറ്റിങ്ങിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ആ ഒരു ഫംഗ്ഷൻ്റെ പ്രത്യേകത. ഒന്നുകൂടി ലെഫ്റ്റ് എടുത്തിരിക്കുകയാണെങ്കിൽ ഓഫ് എന്ന പോർഷനിൽ ഫംഗ്ഷൻസ് ടോട്ടലി ഓഫ് ആവും. ഇതിന് മൂന്നാമത്തെ ഒരു ഫംഗ്ഷൻ മെയിനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ടൈമർ എന്ന് പറയുന്നത്. ഈ ടൈമറിൽ സ്റ്റേ ഓൺ 0-10 മിനിറ്റ് അങ്ങനെ കാണാം. സ്റ്റേ ഓൺ എന്ന രീതിയിലേക്ക് തിരിച്ചിടുകയാണെങ്കിൽ നമ്മുടെ നീഡിൽ സ്റ്റേ ഓൺ എന്ന പോയിന്റിലേക്ക് അതിൻ്റെ ആരോ അങ്ങനെ ഞാൻ തിരിക്കുന്നുണ്ടല്ലേ, അതേപോലെ തിരിച്ചിടുകയാണെങ്കിൽ ഫുൾ ടൈം ഓവൺ ഓൺ ആയിരിക്കും. അതായത് ഫുൾ ടൈം ഓവൺ എന്ത് ചെയ്യും, വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ടൈമിൽ കട്ട് ഓഫ് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫായി പോകില്ല. എപ്പോൾ വേണമെങ്കിലും ഓവണ് നമ്മൾ ഫംഗ്ഷൻ ഓൺ ചെയ്ത സമയം തന്നെ ഓവണ് എപ്പോഴും എന്തായിരിക്കും, ഓൺ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ 10 മിനിറ്റ് എന്ന പോയിന്റിലേക്ക് തിരിച്ചിടുകയാണെങ്കിൽ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ ടൈം സെറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതേപോലെ 10 മിനിറ്റ് എന്നതിലേക്ക് തിരിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് 10 മിനിറ്റ് ആകുമ്പോൾ ആ നീഡിൽ തിരിഞ്ഞ് സീറോയിലേക്ക് എത്തുമ്പോൾ ഒരു ബെല്ലടി ശബ്ദത്തോടു കൂടി നിങ്ങളുടെ ഓവൺ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും ചെയ്യും. നിങ്ങൾ ടെമ്പറേച്ചർ നിങ്ങൾ മാക്സിമം എത്ര 200 ആണോ 250 ആണോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കൂട്ടി വെക്കാം. ഓട്ടോമാറ്റിക്കായി 200 നിന്ന് 250 ഡിഗ്രി ചൂട് കൂടുകയില്ല. കറക്റ്റ് 200 ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് കാരണം ഇതിൻ്റെ ഉള്ളിലെ ചൂട് ഇത് ഓട്ടോമാറ്റിക്കായി നിയന്ത്രിക്കും. 200 നിന്ന് മുകളിലേക്ക് നിങ്ങളിപ്പോൾ 200 വെച്ചിരിക്കുന്നത് 200 മുകളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടുകയില്ല. നമ്മൾ ഇസ്തിരിപ്പെട്ടിക്ക് അറിയാം, ഇസ്തിരിപ്പെട്ടി 200 ഡിഗ്രി അല്ലെങ്കിൽ എത്ര ഡിഗ്രി ആണെങ്കിലും അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് ഇസ്തിരിപ്പെട്ടി കട്ട് ഓഫ് ആണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ചൂട് ഓവർ ആകുമ്പോൾ ഓട്ടോമാറ്റിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈ സിസ്റ്റം ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. അതേപോലത്തെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഇതിലുണ്ട്. നിങ്ങൾ ഓവർ ചൂട് വരില്ല. നിങ്ങൾ എത്രയാണോ വെക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കുന്ന ടൈമിൽ ഓട്ടോമാറ്റിക് സിസ്റ്റം ഓഫായി കട്ട് ഓഫ് ആവുകയാണ് ചെയ്യുക. അത് ഈ ഒരു ഓവൻ്റെ ഓട്ടോമാറ്റിക് സിസ്റ്റം പ്രത്യേകതയാണ്. അപ്പോൾ പിന്നെ ഈ ഇപ്പോൾ കാണുന്നതിൻ്റെ കേക്ക് ബേക്ക് ചെയ്യുന്ന ട്രേ ആണ്. അത് പിടിക്കുന്ന ഒരു ക്ലാമ്പ്, അതിൻ്റെ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുടിലയിലെ ക്ലാമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ക്ലാമ്പാണ് അതിൻ്റെ അടുത്തിരിക്കുന്നത്. ഇത് ചിക്കൻ ഒക്കെ ഗ്രില്ല് ചെയ്യാൻ, ഫിഷ്, ചിക്കൻ അല്ലെങ്കിൽ എന്ത് വേണം നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ട്രേ ആണ് ഇപ്പോൾ കാണുന്നത്. ഈ ട്രേ പിടിക്കേണ്ടത് ആ ക്ലാമ്പിൻ്റെ അടിയിലത്തെ ഒരു കുളത്തുണ്ട്. ആ കുളത്ത് ഉപയോഗിച്ചിട്ട് വേണം ഈ ഗ്രില്ല് ചെയ്യുന്ന ട്രേ പിടിക്കാനായിട്ട്. കണ്ടില്ലേ, ഇതേപോലെ പിടിക്കണം. അപ്പം ഇതേപോലെ പിടിച്ച് അങ്ങനെ ഈ ഓവൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പദാർത്ഥങ്ങൾ വെക്കുകയും എടുക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഹോട്ട് സർഫസ് ആയിരിക്കും. അതുകൊണ്ട് ഹോട്ടായിരിക്കും, ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാമ്പ് ഉപയോഗിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് സാധനങ്ങൾ വെക്കാനും എടുക്കാനും കഴിയും. അപ്പോൾ അത് വെക്കേണ്ട ആ ക്ലിപ്പുകളാണ് മുകളിലത്തെ ക്ലിപ്പ് ട്രേ, അതായത് കേക്ക് ബേക്ക് ചെയ്യുന്ന ട്രേ പിടിക്കാനും, താഴത്തെ ക്ലിപ്പ് അതിൻ്റെ ഗ്രില്ല് ചെയ്യുന്ന ആ ഒരു ഗ്രില്ല് എടുക്കാനും വെക്കാനുമുള്ള ക്ലിപ്പാണ് ആ ഒരു ക്ലാമ്പേൽ കാണുന്നത്. അതാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നത്. അപ്പോൾ ഈ ഒരു ക്ലാമ്പിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇതിന് മൂന്നാമത് വേറൊരു ഓപ്ഷൻ നിങ്ങൾക്ക് 28 ഡിഗ്രിക്ക് മുകളിൽ 28 ലിറ്ററിന് മുകളിലുള്ള 19 ലിറ്ററിന് മുകളിൽ 25-28 ഒക്കെ ലിറ്റർ കപ്പാസിറ്റിയുള്ള ഇലക്ട്രിക് ഓവനിൽ നിങ്ങൾക്ക് വേറൊരു ഫംഗ്ഷനും കൂടെ അഡീഷനായിട്ട് വരും. അത് റോട്ടിസറി എന്ന് പറയും. അതായത് ഫുൾ ചിക്കൻ ഒരു കമ്പയിൽ കോർത്തിട്ട് അത് ഇതിൻ്റെ ഉള്ളിൽ വെക്കുകയാണ്. കമ്പയിൽ കോർത്തിട്ടല്ല, ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റീലിൻ്റെ കമ്പ്, ഒരു വടിയുണ്ട്. അതിനകത്ത് ഇതിൻ്റെ ഈ ഫുൾ ചിക്കൻ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കിടന്ന് റൊട്ടേഷൻ കാണിക്കും. നമ്മൾക്കറിയാം ഈ ഷവർമയൊക്കെ കിടന്ന് കറങ്ങുന്ന പോലെ ഇതിങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഫുൾ ചിക്കൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ചിക്കൻ കബാബ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. അത്തരം പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഫുൾ ചിക്കൻ ഇങ്ങനെ കറങ്ങുന്ന റൊട്ടേഷൻ, അതായത് അങ്ങനെ റൊട്ടേഷൻ ചെയ്ത് കടിക്കുന്ന ഒരു ഫംഗ്ഷൻ ഇതിൻ്റെ കൂടെ അതായത് 19 ലിറ്ററിന് മുകളിലോട്ട് വരുന്ന ഓവനുകളിൽ 28-25 വരുന്ന ഓവനുകളിൽ അങ്ങനത്തെ ഒരു ഫംഗ്ഷനും കൂടെ ഇത് കൂടാതെ അഡീഷണലായിട്ട് വരുന്നുണ്ട്. അതായത് ഫുൾ ചിക്കൻ മൊത്തത്തിൽ കിടന്ന് ഇങ്ങനെ ആ കമ്പയിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അത് സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ഓപ്ഷനാണ്. അതിന് പറയാം റോട്ടിസറി എന്ന് വേണമെങ്കിൽ അതിനെ ഇംഗ്ലീഷിൽ വിളിക്കാം. ഇതിന് കൂടാതെ പാനസോണിക് പോലെയുള്ള പാനസോണിക് പോലെയുള്ള ഹെവി ഇലക്ട്രിക് ഓവനുകൾ ഇത് കൂടാതെ മറ്റൊരു ഓപ്ഷനും കൂടെ വരുന്നുണ്ട്. അതായത് മുകളിലത്തെ കോയിലിൽ താഴത്തെ കോയിൽ, അങ്ങനെ 4 കോയിലുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. മുകളിലത്തെ കോയിലിന് സെപ്പറേറ്റ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ, താഴത്തെ കോയിലിന് സെപ്പറേറ്റ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള അഡീഷണൽ ആയിട്ടുള്ള 2 ഫങ്ഷൻസ്, ഒരു അഡീഷണൽ ആയിട്ടൊരു ഫങ്ഷൻസും കൂടെ ഓപ്ഷൻസും കൂടെ പാനസോണിക് അല്ലെങ്കിൽ ഫിലിപ്സ് പോലെയുള്ള വലിയ ഓവനുകളിൽ, ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ ഓവനുകളിൽ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ രണ്ടിനും കൂടി ടെമ്പറേച്ചറും രണ്ടും കൂടെ കൺട്രോൾ ചെയ്യുന്ന ഒറ്റ, മുകളിലത്തെ കോയിലും താഴത്തെ കോയിലും കൂടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ഒറ്റ ഫങ്ഷനാണ് ടെമ്പറേച്ചർ എന്നൊരു ഒറ്റ ഫങ്ഷനാണ്. പക്ഷേ അത്തരം ഓവനുകൾ ഞാൻ പറഞ്ഞ പാനസോണിക് പോലെയുള്ള ഓവനുകളിൽ മുകളിലത്തെ കോയിലിന് വേറെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനും താഴത്തെ കോയിൽ സെപ്പറേറ്റ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള
2 അഡീഷണൽ ഫംഗ്ഷനും കൂടെ വരുന്നുണ്ട്. അത് അത്തരം ഓവനുകളെടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ ഇമ്പെക്സിൻ്റെ ഓവൺ എന്ത് ചെയ്തിട്ടുണ്ട്, ഓണാക്കിയിട്ട് 250 ഡിഗ്രിയിൽ ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്യിക്കണം. അതായത് ഇതിൻ്റെ ഉള്ളിലെ തണുത്ത വായു അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉൾവശം, അത് നമ്മൾ എന്ത് പദാർത്ഥം വെക്കാം, നമുക്ക് പാചകം ചെയ്യേണ്ട എന്ത് ഐറ്റംസ് വെക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഉള്ളിൽ കോവിലുകൾ പഴുത്ത് നിൽക്കുന്ന പിക്ചറാണ് നിങ്ങൾ കാണുന്നത്. കോവിലുകൾ നല്ലപോലെ പഴുത്ത് 250 ഡിഗ്രിയിൽ പഴുത്ത് നിൽക്കുന്ന പിക്ചറാണ്. 250 ഡിഗ്രിയിൽ മുകളിലേക്കാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കോവിലുകൾ കട്ട് ഓഫ് ആവുമെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഫ്രീ ഹീറ്റ്, അതായത് വെറുതെ ഒന്ന് ഇതിൻ്റെ ഉൾവശം ഹീറ്റ് ചെയ്യണം. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ ദുഷിച്ച വായുകളോ അല്ലെങ്കിൽ ദുഷിച്ച അണുബാധ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ആകാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്ത ശേഷം ഡോറ് തുറന്നിട്ട് ഞാൻ എൻ്റെ ഗ്രില്ല് ചിക്കൻ വെച്ചിട്ട് അതായത് നമ്മൾ എന്ത് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും എന്തുണ്ടാക്കുകയാണെങ്കിലും ടെമ്പറേച്ചർ, ടൈം ഇതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം ഗ്രില്ല് ചിക്കൻ ഗ്രില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഫ്രീ ഹീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ദുഷിച്ച വായുവിനെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫ്രീ ഹീറ്റ് ചെയ്തു. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് സാമ്പിളായിട്ട് ഒരു ചിക്കൻ ഞാനൊന്ന് ഗ്രില്ല് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ അത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആയി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇതിൻ്റെ ഉള്ളിൽ 250 ഡിഗ്രിക്ക് മുകളിൽ ടെമ്പറേച്ചർ വന്നിട്ട് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആയി. ഇനി നമുക്ക് ഞാൻ എന്ത് ചെയ്യാം, ചെറിയൊരു ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്യണം. അത് ഞാൻ എന്ത് ചെയ്തു, ബിരിയാണി മസാലയാണെന്ന് തോന്നുന്നു. ഓക്കെ, ബിരിയാണി മസാല, ഗരം മസാല, കുറച്ച് പൊടികളൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്യാൻ ഒരു ചേരുവകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലൊക്കെ ചെയ്യാം. ഞാൻ സിമ്പിളായിട്ട് ഇത്രയും ചെയ്തു എന്ന് മാത്രമേ. ഇത് പല വെറൈറ്റിയിലും പലരും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വേറെ സ്പെഷ്യൽ ഡിഷുകളൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഇതിൻ്റെ ചിക്കൻ മാത്രമല്ലല്ലോ ഗ്രില്ല് ചെയ്യാം. നിങ്ങൾക്ക് ആവിയിൽ വേവിക്കാൻ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ആവിയിൽ വേവിച്ചെടുക്കുന്ന എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാം. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു മുട്ട വരെ പൊരിച്ചെടുക്കാം, എഗ്ഗ് വരെ പൊരിച്ചെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ആവിയിൽ വേവിക്കുന്ന ഇടനപ്പം, അത്തരത്തിലുള്ള കൽത്തപ്പം, ഇങ്ങനത്തെ ആവിയിൽ നമുക്ക് വേവിച്ചെടുക്കുന്ന ഐറ്റംസുകൾ നമുക്ക് ചെയ്യാമെന്നുള്ളതൊക്കെ വീട്ടമ്മമാർ പറയുന്നുണ്ട്. ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. ഉപ്പിട്ടു, ജീരകം പൊടിച്ചതിട്ടു, ഗരം മസാല ഇട്ടു, മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടതൊക്കെ അതൊക്കെയാണ്. ഇനി കുറച്ചൊരു വെളിച്ചെണ്ണ, കുറച്ചൊരു വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുകയാണ്. ഈ ഒരു ചേരുവ മസാല കൂട്ടിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിനകത്തേക്ക് വേണം നമുക്ക് ചിക്കൻ ഇടാൻ. ഓക്കെ, ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൈസായിട്ട് ചേരുവകൾ ഉപ്പും എല്ലാം പാകത്തിന് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലവണ്ണം ഒന്ന് ചിക്കൻ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇറ്റ്സ് മീ അസുമോനാണ് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് SU വിഷൻ. ഓക്കെ, അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനി 2 മിനിറ്റ് ഈ മിക്സ് ചെയ്ത സാധനം ഒന്ന് 2 മിനിറ്റ് ആ മസാല എന്ന് ആ ചിക്കനിൽ പിടിക്കാൻ വേണ്ടി നമ്മൾ 2 മിനിറ്റ് ഒന്ന് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അത്തേക്ക് പിടിക്കുകയില്ല. അപ്പോൾ ആ മസാല ഒന്ന് അത്തേക്ക് പിടിക്കാനായിട്ട് ഒരു 5-10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ വളരെ നല്ലത്. നിങ്ങൾക്ക് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി ഇതിൻ്റെ നിറവും ഗുണവും അതുപോലെ തന്നെ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത, ഈ ഓവനിൽ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത അതിൻ്റെ നിറം പോലും അല്ലെങ്കിൽ അതിൻ്റെ ഗുണം പോലും മാറാതെ ഫ്രഷ്നെസ്സിനോട് കൂടി വെന്ത് കിട്ടുന്നു എന്നുള്ളതാണ്. ഞാൻ എന്ത് ചെയ്തു, അടിയിൽ ജസ്റ്റ് ട്രേ വെച്ചിട്ടുണ്ട്. അതായത് ഈ ചിക്കൻ ഗ്രില്ല് ചെയ്യുമ്പോൾ ഇതിൽ നിന്നുള്ള ഉരുകി വീഴുന്ന വെള്ളം, മസാലകൾ ഇതെല്ലാം എന്ത് ചെയ്യുക, ആ ട്രേയിലേക്കാകാൻ വേണ്ടി അടിയിൽ ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്ന ട്രേ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെയും ട്രേകൾ വെക്കാം, ഇതിന് എക്സ്ട്രാ ട്രേ കിട്ടുന്നുണ്ടെങ്കിൽ അത് വെക്കാം, എന്തുവേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഏതായാലും കേക്ക് ബേക്ക് ചെയ്യുന്ന ട്രേ ആണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഏതായാലും ഗ്രില്ല് ഐറ്റംസ് വെച്ചിട്ട് ഡോർ ലോക്ക് ചെയ്തു. ആദ്യം ഞാൻ മുകളിലത്തെയും താഴത്തെയും കോയിലുകൾ ഒരേപോലെ ഹീറ്റ് ചെയ്യുന്ന ഓപ്ഷൻ മാത്രമാണ് ഇട്ടത്. ഒരിക്കലും ഞാൻ ഫാൻ വർക്ക് ചെയ്യുന്ന ഓപ്ഷൻ ആഡാക്കിയിട്ട് ആ ഒരു ഫംഗ്ഷൻ ആഡാക്കിയിട്ടില്ല. ജസ്റ്റ് താഴത്തെയും മുകളിലത്തെയും കോയിലുകൾ മാത്രം ഹീറ്റാവുക. 250 ഡിഗ്രിയിൽ മാക്സിമം ടെമ്പറേച്ചറിലിരിക്കുക. ഒരു 20 മിനിറ്റിൽ ടൈം സെറ്റ് ചെയ്യുന്നുണ്ട്. 20 മിനിറ്റ് ആകുമ്പോൾ കട്ട് ഓഫ് ആവുന്ന രൂപത്തിൽ ടൈം സെറ്റ് ചെയ്യുന്നു. അപ്പോൾ താഴെ നോക്കണം, റെഡ് ലൈറ്റ് പവർ എന്ന ലൈറ്റ് കത്തി ഈ ഫങ്ഷൻസ് എല്ലാം ഓൺ ആയതുകൊണ്ട് താഴെ പവർ എന്ന ബട്ടൺ ഓൺ ആയിട്ട് അപ്പോൾ സിസ്റ്റം ഓൺ ആയിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ കൺവെൻഷൻ എന്ന ഓപ്ഷൻ ഇട്ടിട്ടില്ല, അതായത് ഫാൻ ഓൺ ആക്കിയില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇത് നമ്മൾ ഫാൻ ഓൺ ആക്കുന്ന ടൈമിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ചിക്കനിൽ നമ്മൾ കൂട്ടിയ മസാലകളും അതിൻ്റെ ചേരുവകളും ഒക്കെ ഉരുകി നിലത്തേക്ക് വീഴുന്ന ആ ട്രേയിലേക്ക് വീഴുന്ന ഒരു സമയമാണ് ഈ ഫസ്റ്റ് ടൈം. ഉരുകി ഒലിക്കുന്ന ആ ചിക്കന് എന്ത് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഭാഷ്മങ്ങൾ ഉരുകി ഒലിക്കുന്ന ടൈമാണ് ഈ ചൂടാകുമ്പോൾ. ആ ടൈമിൽ നമ്മൾ കൺവെൻഷൻ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ മസാലക്കൂട്ടുകളുടെ പൊടി ശകലങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ബാഷ്പം മുഴുവനും ഈ ഫാനിൻ്റെ ലീഫുകളിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഫാനിൻ്റെ ലീഫിൽ ഒട്ടിപ്പിടിച്ച ഒരു പക്ഷേ ഭാവിയിൽ ഈ ഫാനിൻ്റെ ലീഫ്, അതായത് ഇതിൻ്റെ ഉള്ളിൽ കൺവെൻഷന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റീൽ
ഇതിലുള്ള ഒരു ഫാൻ ഇതിൻ്റെ ഉള്ളിലുണ്ട് കൺവെൻഷന് വേണ്ടി. അപ്പോൾ അതിലേക്ക് ഈ ഒരു മസാലക്കൂട്ട് ഒലിക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു മസാലക്കൂട്ടിൻ്റെ ബാഷ്പങ്ങളെല്ലാം ഈ ഫാൻ വർക്ക് ചെയ്യുമ്പോൾ കാറ്റ് വലിക്കുകയാണല്ലോ. അപ്പോൾ അതിൽ ആ ഫാനിൻ്റെ ലീഫിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് എന്ത് ചെയ്ത് ഞാൻ ഫസ്റ്റ് തന്നെ ഇതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ, അതായത് ഒലിച്ച് അതൊക്കെ ഡ്രൈ ആയി സെറ്റായി ശേഷം, അതായത് ഒലിച്ച് എല്ലാം പോയി ജലാംശങ്ങളൊക്കെ പോയി കഴിഞ്ഞ് ഒരു നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അതായത് 5 മിനിറ്റോളം, അപ്പോൾ 20 മിനിറ്റ്, ഇപ്പോൾ 10 മിനിറ്റ്, 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 10 മിനിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓണാക്കുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ തിരിച്ച് കൺവെൻഷനിലോട്ട് ഇട്ടു, അതായത് ഫാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഫാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കില്ല, ഈ എന്ത് ചെയ്യില്ല, ഫാനിൻ്റെ ലീഫിലേക്ക് ഈ മസാല കൂട്ടുകളോ അല്ലെങ്കിൽ അതിലുള്ള വെള്ളത്തിൻ്റെ ശകലങ്ങളോ അല്ലെങ്കിൽ ബാഷ്പങ്ങളോ ഒന്നും എന്ത് ചെയ്യില്ല, ആ ഒരു ഫാനിൽ എന്ത് ചെയ്യില്ല, പറ്റിപ്പിടിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ ചെയ്തത്. ഇപ്പോൾ സാധനം പാചകം കഴിഞ്ഞിട്ടുണ്ട്, അതായത് 0 ടൈം, സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിട്ടുണ്ട്. 0 ടൈമിലേക്ക് ഫങ്ഷൻ എത്തിക്കണം. ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഓക്കെ, ഇപ്പോൾ നല്ല ഫ്രഷ്നെസ്സിൽ ചിക്കൻ ഗ്രില്ല് ചെയ്തത് ഒരു കരി പോലും ഇല്ലാതെ ഫ്രഷായിട്ട് നല്ല നിറം, ഏതാണോ നമ്മൾ ചേർത്ത ആ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ആ നിറം പോലും മാറാതെ ഫ്രഷായിട്ട് ഗ്രില്ലായിട്ട് വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്കിതെടുത്തൊന്ന് പൊളിച്ചു നോക്കാം. വേവ് എത്രത്തോളം, അതിൻ്റെ ഒരു പാചകം എത്രത്തോളം സക്സസ് ആയി എന്ന് നമുക്കറിയാൻ കഴിയും. ആ താഴെയുള്ള ഫാനിൻ്റെ ലീഫിൽ മുളകിൻ്റെ പൊടി പറ്റിപ്പിടിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഫാന് അത്തരം പ്രക്രിയ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം കൺവെൻഷൻ ഓഫ് ചെയ്തിട്ടത്. 5 മിനിറ്റ് ശേഷം അതായത് ഈ ചിക്കൻ ഡ്രൈ ആയ ശേഷമാണ് ഞാൻ എന്ത് ചെയ്ത് ഫാൻ ഓൺ ആക്കിയത്. ഇപ്പോൾ നോക്കാം, ചിക്കൻ ഗ്രില്ല് ചെയ്തത് നല്ല അസലായിട്ട് വെന്തിട്ടുണ്ട്. ഓക്കെ, പുത്തൻ ചിന്തയും പുതിയ അറിവുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. അതിലേക്ക് ശുഭചിന്തകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മാസം.